കിട്ടി ഗൈസ്, കിട്ടി. ഫൈനലി പ്രീ ഓർഡർ ഫയലുകൾ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്റ്റിന് തന്നെ പ്രീ ഓർഡറും എടുക്കുന്നത്. അത് ഇത്രയും വലിയ സ്ട്രെസ്സിലേക്ക് ആവുമെന്ന് നമ്മൾ ഒരിക്കലും ഓർത്തില്ല കേട്ടോ. ഡിസ്പാച്ച് വിതിൻ 10 days ആയിരുന്നു. പക്ഷേ നമ്മളുടെ വെൻഡറിന് പ്രീ ഓർഡറിന് നമ്പർ കൊടുത്തതിന് ശേഷം പുള്ളി ഡിസ്പാച്ച് ചെയ്തിട്ട് 14-ാം തീയതിക്ക് ശേഷം ഒരു ഐഡിയ ഇല്ല, സംഭവം എവിടെ പോയിന്ന് പോലും അറിയില്ല. അങ്ങനെ 10 ദിവസവും കഴിഞ്ഞ് 12 ദിവസവും കഴിഞ്ഞ് 14-ാമത്തെ ദിവസമാണ് നമ്മൾ DTDCയിൽ ഈ സാധനം പോയി കളക്ട് ചെയ്യേണ്ടി വന്നു. ഒന്നും പറയണ്ട, ഇത്രയും ടെൻഷൻ ഞങ്ങൾ അടുത്തൊന്നും അനുഭവിച്ചിട്ടില്ല. അല്ല, ഇവിടെ വന്ന് എടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇവിടുന്ന് മിസ് ഔട്ട് എന്ന് പറഞ്ഞ് വേറെ ബ്രാഞ്ചിൽ പോകും, അവിടുന്ന് മിസ് ഔട്ട് എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരും. ഇത് എന്നാ നടന്നുകൊണ്ടിരിക്കുന്നു ഇത്ര ദിവസമായിട്ട്. എന്റെ പൊന്നും, ഒരു രക്ഷയില്ല, കിട്ടിയിരിക്കുകയാണ് ഫൈനലി. എടാ, ഇത് ഇത്ര ദിവസം കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് ഇതിന് ഒന്നും നമുക്ക് ഒരു അറിവും ഇല്ല ഈ സാധനത്തിനെ പറ്റിയിട്ടൊന്നും. ആലോചിച്ച് നോക്കി, വിളിച്ച് അറിഞ്ഞ് നമ്മുടെ കസ്റ്റമേഴ്സിനോട് മുഴുവൻ നമ്മൾ മെസ്സേജ് അയച്ച് അറിഞ്ഞ് അവരൊക്കെ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വിത്തിൻ 10 days ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞ സ്ട്രെസ് അടിച്ച് ഞാൻ അല്ല ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു ഗണപതിക്ക് തേങ്ങ വരെ ഞാൻ നേർന്നു. ഫൈനലി കിട്ടി. ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിത്യ സാരിയുടെ നമ്മൾ പ്രീ ഓർഡർ എടുത്തിട്ടുള്ളത്. ഇത് ഫ്യൂ പീസസ് എക്സ്ട്രാ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ കയറി ഓർഡർ പ്ലേസ് ചെയ്യുന്നുള്ളതാണ്. നമ്മളിത് സാധനം എടുത്തിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 12:45 കഴിഞ്ഞു. നമുക്ക് 2 മണിക്കുള്ളിൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച പോകുള്ളൂ. അപ്പോൾ ഇത്രയും ഡിലേ ആയതുകൊണ്ട് ഇനിയും നമുക്ക് ഡിലേ ആക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പൊരിഞ്ഞ പാക്കിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു, പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കൊറിയർ ചേട്ടൻ വന്ന് ഇതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത്.